ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി വാലൻറ്റൈൻസ് ഡേ. വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഞാൻ ചെയ്യുന്നത് ഈ ഒരു വെഡ്ഡിങ് കാർഡിലുള്ള ക്രാഫ്റ്റ് ആട്ടോ. അപ്പോൾ വെഡ്ഡിങ് കാർഡിൻ്റെ പേര് വരുന്ന ആ ഒരു പോർഷനിലേക്ക് ഒരു ഹാർട്ട് ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കുന്നത് കല്ലുപ്പാട്ടോ. അപ്പോൾ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത കല്ലുപ്പാണ്. അത് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ സ്റ്റിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളവും കൂടുതൽ ഫെവിക്കോളിന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് അതിൻ്റെ ഇടയിലേക്കൊക്കെ ആ ഒരു ഫെവിക്കോളിൻ്റെ മിക്സ് ചെല്ലണം കേട്ടോ. ഇനി അത് നല്ല രീതിയിൽ ഡ്രൈ ആവട്ടെ. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് റെഡ് കളർ ആക്രിലിക് പെയിൻറ്റ് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാർട്ട് ഷേപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പ് തന്നെ കീപ്പ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഞാൻ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എടുത്തിട്ടുള്ളത് കേക്ക് ടിന്നിൻ്റെ ആ ഒരു അടപ്പാട്ടോ. ആ ഒരു അടപ്പിലേക്ക് നമുക്ക് ഈ ഒരു വെഡ്ഡിങ് കാർഡിൻ്റെ കവറ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പീസുകളൊക്കെ ഈ ഒരു രീതിയിൽ കീറിയെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ കീറിയിട്ട് ഈ ഒരു രീതിയിലാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. വെഡ്ഡിങ് കാർഡിൻ്റെ കവർ അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണെങ്കിൽ നമുക്ക് ഈ ഒരു പാത്രത്തിന് കറക്റ്റായിട്ട് ഒറ്റ രീതിയിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അതായത് കീറാതെ തന്നെ നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനെടുത്ത വെഡ്ഡിങ് കാർഡിൻ്റെ കവറിന് അത്ര വലിപ്പമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഇനി അത് ഡ്രൈ ആയതിനു ശേഷം ഈ ഒരു രീതിയിൽ സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഹാർട്ട് ഷേപ്പ് ഈ ഒരു പാത്രത്തിൻ്റെ സെൻറ്ററിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലീഫ് വരുന്ന ചെറിയ പോർഷൻസ് ഉണ്ടായല്ലോ, അപ്പോൾ അതെല്ലാം കറക്റ്റ് ഷേപ്പിൽ ഞാൻ വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. നമ്മുടെ ബെഡ്റൂമിലേക്ക് നമുക്ക് വോൾ ഡെക്കറായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒന്നല്ലെങ്കിൽ നമുക്ക് വാർണിഷ് അപ്ലൈ ചെയ്യാം. വാർണിഷ് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ഹാർട്ട് ഷേപ്പിൽ മാത്രമായിരിക്കണം കേട്ടോ. മറ്റുള്ള പോർഷൻസിലേക്ക് നമുക്ക് ഡെക്യുപേജിന് യൂസ് ചെയ്യുന്ന ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡെക്യുപേജ് ആർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. മോഡ്കിറ്റ് ഗ്ലൂ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.